ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. നമ്മുടെ സ്മാർട്ട് ഫോൺസിനൊക്കെ ആക്ച്വലി ഇപ്പോൾ എന്താ വില അല്ലേ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് തപ്പി ഇറങ്ങിക്കഴിഞ്ഞാണല്ലോ 10,000 രൂപയ്ക്ക് താഴെയൊന്നും നമുക്ക് സ്മാർട്ട് ഫോൺസ് നല്ലത് കിട്ടാനേ ഇല്ല. ഇതാണ് മോട്ടോ G13 ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ, അതിലിടാൻ പറ്റുന്ന TPU കേസ്, വായിച്ച് പഠിക്കാനായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ, സിം ട്രേ പുറത്തെടുക്കാനുള്ള സിം എജക്ടർ ടൂൾ, USB കേബിളും 10 വാട്ടിന്റെ അഡാപ്റ്ററും. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്റെ കയ്യിലിരിക്കുന്ന മോട്ടോ G13 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 10,000 രൂപയ്ക്ക് താഴെയാണ്. 10,000 രൂപയ്ക്ക് എന്തൊക്കെയായിരിക്കും ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ളത് കണ്ടുപിടിക്കാം. പൊതുവേ വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ ഉണ്ട്, ഡിസൈന് ഭയങ്കര ബോറായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ കണ്ടു നോക്കും, അക്രൈലിക് ഗ്ലാസിന്റെ ഒരു ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. PMMA എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ. പ്രീമിയം സ്മാർട്ട് ഫോൺസിൽ കാണുന്ന പോലത്തെ ഒരു ബോക്സി ആയിട്ടുള്ള ഡിസൈൻ ആൻഡ് ബാക്കിലുള്ള ആ ഒരു മാറ്റ് ആയിട്ടുള്ള ഫിനിഷ്, ഈവൻ ടോട്ടലി ആ ഒരു ക്യാമറ മൊഡ്യൂൾസ് ആയിക്കോട്ടെ, ഇത് നോക്കിയേ 8.19 മില്ലിമീറ്ററേ ഉള്ളൂ ഇതിന്റെ തിക്നെസ്. ആൻഡ് കൈ പിടിക്കാനും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, 182 ഗ്രാം മാത്രം. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് പോയിന്റിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ഗുഡ് ലുക്കിംഗ് അല്ലെങ്കിൽ ബെസ്റ്റ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ അല്ലേ? എനിക്കറിയാം 10,000 രൂപയ്ക്ക് താഴെയുള്ള സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതിനകത്ത് റാമും സ്റ്റോറേജും കോംപ്രമൈസ് ഉണ്ടാവുമെന്ന്. ഇതേ ചിന്തയിലൂടെ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 128 GB ഇന്റർണൽ മെമ്മറി, കൂടാതെ 4 GB റാമും 512 GB വരെ മെമ്മറി കാർഡ് ഇട്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് സ്ലോട്ട് ഉപയോഗിച്ച്. സംഭവം 10,000 രൂപയ്ക്ക് താഴെയുള്ള സ്മാർട്ട് ഫോൺ ആണ് എന്ന് എഴുതി വെക്കണം. കാരണം ഇതിനകത്തുള്ള പെർഫോമൻസ് നോക്കുവാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 പ്രോസറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും പെർഫോം ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ്. ഡേ ടു ഡേ ടാസ്കുകൾക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമലായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, ഫോട്ടോസ് എടുക്കുന്നത്, ആപ്സ് സ്വിച്ച് ചെയ്യുന്നത്, യൂട്യൂബ് കാണുന്നത്, ഇതിലൊന്നും യാതൊരു ജിറ്ററിങ്ങോ ഗ്ലിച്ചസോ ഒന്നും വരുന്നില്ല. സബ് 10,000 റുപ്പീസ് സ്മാർട്ട് ഫോണിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ്. നമ്മൾക്കൊരു കാര്യം പറയാം, മോട്ടറോള എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ആ ഒരു ഓൾമോസ്റ്റ് ക്ലീൻ ആൻഡ്രോയിഡ് ആയിട്ടുള്ളൊരു ലുക്കാണ് വരുന്നത്. ആൻഡ് ഇത് ടോട്ടലി ക്ലീൻ ആൻഡ്രോയിഡ് ആണ് എന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് പറയാനായിട്ട് പറ്റില്ല. കാരണം ഈ സ്മാർട്ട് ഫോണിൽ ചെറിയ ചെറിയ ബ്ലോട്ട് വേസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഹബ്ബ്, ഫേസ്ബുക്ക്, ഗെയിംസ് ഹബ്ബ്, മോജ് എന്നീ ഷെയർ ചാറ്റ് എന്നിങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ. പക്ഷേ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ആൻഡ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ഈ സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് ഉറപ്പായും ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് കിട്ടുമെന്ന് മാത്രമല്ല, അടുത്ത 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുകളും ലഭിക്കും. ഈ പ്രൈസ് പോയിന്റിന് ഡിസൈനും കൊള്ളാം, പെർഫോമൻസും കുഴപ്പമില്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ലഭിക്കുന്നുണ്ട്. സോ ക്യാമറ എങ്ങനെയായിരിക്കും? 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയാണ്? അത് ഇതിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസാണ് ഇതെല്ലാം. ഒരു 10,000 റുപ്പീസ് ബിലോ സ്മാർട്ട് ഫോണിന് ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇംപ്രസീവ് ആണ്. ഇതിനകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉള്ള പ്രൈമറി 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് ഒരു മാക്രോ ക്യാമറ ലഭിക്കുന്നുണ്ട് 2 മെഗാ പിക്സലിൻ്റെ. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. ആൻഡ് ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന പല ഫോട്ടോ സാമ്പിൾസ്. ആൻഡ് ഇതാണ് ഇതിലെടുത്തിരിക്കുന്ന ഒരു വീഡിയോ സാമ്പിൾ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ നൈറ്റ് ഫോട്ടോ കാണിച്ചപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നൈറ്റിന് കിട്ടുന്നുണ്ട്. ഈ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഒരു ക്വാഡ് പിക്സൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോർമലി ലൈറ്റ് ഗ്യാദർ ചെയ്യുന്നതിനേക്കാളും 4 times ബെറ്റർ ആയിട്ടുള്ള ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു നൈറ്റ് മോഡ് നല്ല രസമായിട്ടിരിക്കുന്നത്. ആൻഡ് സെൽഫി ക്യാമറ നോക്കുവാണെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്ത സെൽഫീസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഒരു വീഡിയോ ക്ലിപ്പും കൂടെ കാണാം. മോട്ടോ G13 സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിലൂടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ സ്മാർട്ട് ഫോണിൽ തന്നെയാണ് ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു 10,000 റുപ്പീസിന്റെ പ്രൈസ് പോയിന്റിലെ സ്മാർട്ട് ഫോണിൽ ഫ്രണ്ട് ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു 1080p ഫൂട്ടേജ് നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? പക്ഷേ നിങ്ങൾ എല്ലാവരും ഞെട്ടിക്കുന്ന വേറൊരു കാര്യം പറയാം. ഈവൻ 15,000-20,000 സ്മാർട്ട് ഫോൺസിലൊക്കെ ഇപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട്. എന്താണെന്നറിയോ? സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഡോൾബി അറ്റ്മോസ് അടങ്ങിയിരിക്കുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതിന് അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സ്പീക്കറാണ്. ഈ പ്രൈസ് പോയിന്റിൽ എനിക്ക് ആക്ച്വലി വളരെ ഇംപ്രസീവായിട്ട് തോന്നി. പിന്നെ നിങ്ങൾ ഓൾറെഡി ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രോപ്പ് നോച്ച് അല്ല കൊടുത്തിരിക്കുന്നത്, ഒരു പഞ്ച് ഹോൾ കട്ടൗട്ടുള്ള സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രീൻ 6.5 ഇഞ്ചിൻ്റെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു IPS LCD പാനലാണ്. ആൻഡ് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്രഷ് റേറ്റ് ഇപ്പോൾ 60, 90 ബാറ്ററിയൊക്കെ സേവ് ചെയ്യാനായിട്ടുള്ള പരിപാടിയും ലഭിക്കുന്നുണ്ട്. ഈവൻ ടച്ച് സാമ്പിളിംഗ് റേറ്റ് 576 ഹെർട്സിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് പറയുന്നത്. സോ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഗെയിം കളിക്കാനും യൂസ് ചെയ്യാം. ഇനി ഇതിലെല്ലാം ഉപരി ഈ സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് 5000 mAh ബാറ്ററി വരുന്നുണ്ട്.
ആൻഡ് ഇതിൻ്റെ ബോക്സിനകത്ത് നിങ്ങൾക്ക് ചാർജർ വരുന്നുണ്ട്. 10 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഈ സ്മാർട്ട് ഫോൺ ഒരു IP റേറ്റഡ് സ്മാർട്ട് ഫോണാണ്. യെസ്, IP52 റേറ്റിംഗ് ഉള്ള വാട്ടർ റെപ്പല്ലൻറ്റ് ബാക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്ര വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഒരു കാര്യത്തിൽ മോട്ടോറോള കോംപ്രമൈസ് വരുത്തിയിട്ടുള്ള മോട്ടോറോളയുടെ തിങ്ക് ഷീൽഡ് സെക്യൂരിറ്റി ഇതിനകത്തും ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കൂടാതെ ഇത് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്കും കൂടി ലഭിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 4GB RAM 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് 9,999 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് 4GB 64 ഒരു വേരിയൻറ്റും കിട്ടുന്നുണ്ട്. അത് 9,499 റുപ്പീസാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ഒരു 500 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള 128GB സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ മറ്റേത് വെച്ച്. അതുപോലെ കഴിഞ്ഞ കുറച്ച് മോട്ടോറോളയുടെ അൺബോക്സിംഗ് വീഡിയോസ് കണ്ട ഒരു കാര്യം മനസ്സിലാവും, മോട്ടോറോളയും ജിയോയും തമ്മിൽ ഒരു കൊളാബറേഷൻ ഉണ്ട്. സോ നിങ്ങളൊരു ജിയോ ഉപഭോക്താവാണെങ്കിൽ ഇതിനകത്തുള്ള ജിയോ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമിൽ നിങ്ങൾ എൻറോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2000 രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് ലഭിക്കും റീചാർജുകളിൽ. ഇത് 419 പ്ലാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 50 റുപ്പീസ് ഓഫർ കിട്ടും. അങ്ങനെ 40 കൂപ്പണോളം കിട്ടും 50 റുപ്പീസിൻ്റെ ഓരോ പ്രാവശ്യം റീചാർജ് ചെയ്യുമ്പോൾ റെഡീം ചെയ്യാൻ പറ്റും. അഡീഷണലി നിങ്ങൾ എക്സിസ്റ്റിംഗ് ജിയോ കസ്റ്റമർ അല്ലെങ്കിൽ ജിയോയിലേക്ക് മാറുന്നവരാണെങ്കിൽ മിന്ത്രയിൽ 500 റുപ്പീസിൻ്റെ വോച്ചറും കൂടെ കിട്ടുന്നുണ്ട്. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 9,999 റുപ്പീസിന് നിങ്ങളൊരു അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ പാരൻസിനായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കാണാനും ഭംഗിയുള്ള എന്താണ് ചീപ്പായിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് എന്ന് പറയാത്ത കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു പ്രീമിയം സ്മാർട്ട് ഫോൺ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിക്കുന്ന ഗ്ലാസ് അക്രിലിക് ഗ്ലാസ് ബാക്കൊക്കെ ഉള്ളൊരു സ്മാർട്ട് ഫോൺ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഒക്കെ ഉള്ളത് വേണം എന്നുണ്ടെങ്കിൽ, നല്ല ബാറ്ററി ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രൈസ് പോയിന്റിൽ എനിക്ക് വർത്ത് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ആൻഡ് വി ആർ ഓൺ ദ റോഡ് ടു 700K സബ്സ്ക്രൈബേഴ്സ്. സോ ഇത്രയും നാളും നമ്മൾ സപ്പോർട്ട് ചെയ്തും ആൻഡ് ഈ വീഡിയോ ആദ്യമായിട്ടാണ്, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. സോ നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.